മസാല ബോണ്ടിൽ മുഖ്യമന്ത്രിക്കും തോമസ് ഐസക്കിനും KM എബ്രഹാമിനും ED നോട്ടീസ്. ചട്ടലംഘനം ഭൂമി വാങ്ങിയതിലെന്ന് ED. നോട്ടീസ് ലഭിച്ചവർ നേരിട്ട് ഹാജരാക്കേണ്ട. മസാല ബോണ്ട് വഴി സമാഹരിച്ച പണം അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്ക് വിനിയോഗിച്ചത് ഫിമ ചട്ടലംഘനമെന്ന് ED. EDയുടെ രാഷ്ട്രീയ കളി BJPക്കും UDFനും വേണ്ടിയെന്നും സ്ഥിരം കലാപരിപാടിയെന്നും തോമസ് ഐസക്. തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പുള്ള നോട്ടീസ് മുഖ്യമന്ത്രിയെയും CPMനെയും ഭയപ്പെടുത്താനെന്ന് VD സതീശൻ. ഭയമില്ലെങ്കിൽ നോട്ടീസിന് മുഖ്യമന്ത്രി മറുപടി നൽകട്ടെയെന്ന് V മുരളീധരൻ. മസാല ബോണ്ടിലൂടെ സർക്കാർ ലാവ്ലിൻ കമ്പനിക്ക് പ്രത്യുപകാരം ചെയ്തെന്ന് രമേശ് ചെന്നിത്തല. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ യുവതിയെ സൈബർ അധിക്ഷേപം നടത്തിയ കേസിൽ രാഹുൽ ഈശ്വറിനെ പൗടിക്കോണത്തെ വീട്ടിൽ പരിശോധന പൂർത്തിയാക്കി. ലാപ്ടോപ്പ് കസ്റ്റഡിയിലെടുത്തു. വൈദ്യ പരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കും. രാഹുൽ മാങ്കൂട്ടത്തെ പിന്തുണയ്ക്കുന്നത് തുടരുമെന്ന് രാഹുൽ ഈശ്വർ. രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി വീഡിയോ ചെയ്യുന്നത് നിർത്തണമെന്നാണ് എന്നോട് ആവശ്യം. നിർത്തില്ല. ഗാന്ധി സുരക്ഷ നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി വീഡിയോ ചെയ്യുന്നത് നിർത്തില്ല. പരാതിക്കാരിയുടെ പേര് വെളിപ്പെടുത്തിയ കേസിൽ ജാമ്യാപേക്ഷ നൽകി സന്ദീപ് വാര്യർ. പ്രതിപക്ഷ ബഹളത്തോടെ പാർലമെന്റ് ശൈത്യകാല സമ്മേളനത്തിന് തുടക്കം. ലോക്സഭാ നടപടികൾ തടസ്സപ്പെട്ടു. 2 മണിവരെ നിർത്തിവച്ചു. പാർലമെന്റിൽ നാടകമല്ല, രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് ബലം നൽകുന്ന ചർച്ചകളാണ് വേണ്ടതെന്ന് പ്രധാനമന്ത്രി. SIR, വായു മലിനീകരണം ഉൾപ്പെടെ വിഷയങ്ങൾ അടിയന്തര പ്രമേയമാക്കി പ്രതിപക്ഷം.